വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജസ്സിയുടെ മൃതദേഹം വയനാട് കള്ളാടി ക്രൈസ്തവ ദേവാലയത്തിൽ സംസ്കാരത്തിനായി എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ജസ്സിയുടെ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിനോട് ചേർന്നിട്ടുള്ള പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേപ്പാടിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 8-ലധികം പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ വരെ വീട്ടിൽ നിന്ന് ഏറ്റവും സന്തോഷത്തോടെ ഇറങ്ങിയ ജസ്സി എന്ന് പറയുന്ന വീട്ടമ്മയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആ നടുക്കം ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതുവരെ മാറിയിട്ടില്ല. കാരണം ഇവിടെ എത്തുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ തങ്ങളാരും ഈ കാട്ടിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ വിറക് ശേഖരിക്കാൻ പോയിട്ടോ ഉണ്ടായ ഒരു അപകടമല്ല ഇത്. അതായത് വീട്ടിൽ നിന്ന് തൊഴിലിടത്തിലേക്ക് പോകുന്ന ഏറ്റവും പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് ജസ്സിക്ക് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ളൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് ജസ്സിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, അതാണ് മരണകാരണം എന്ന് പറയുന്നുണ്ട്. അതായത് പുറത്ത് ബാഹ്യമായ മുറിവുകളോ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ആന തുമ്പിക്കൈയിൽ ജസ്സിയെ വരിഞ്ഞു മുറുക്കി എന്നാണ് ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയം കൂടിയായിരുന്നു ജസ്സി. 3 പെൺമക്കളാണ് ഉള്ളത്. അവരെയൊക്കെ സംബന്ധിച്ച്, ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നാട് മുഴുവൻ ഈ ജസ്സിയെ കാണാനും ജസ്സിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാനും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെയൊക്കെ നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം തുടരെ ഉണ്ടാകുന്ന ഈ കാട്ടാന ആക്രമണം പ്രദേശത്ത്, ഈ മേപ്പാടി ഈ ഭാഗത്ത് പോലും കഴിഞ്ഞ 1 വർഷത്തിനിടെ 2-ലധികം പേർക്ക് ഈ കാട്ടാന ആക്രമണത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഫലമായി ഈ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടിക്കാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജസ്സിയുടെ കുടുംബത്തിന്, നിർധരായ കുടുംബമാണ്, ഈ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ജസ്സിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നുള്ളതാണ്. ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന നിമിഷമാണ്. ഈ മേപ്പാടി ഈ പ്രദേശത്ത് തന്നെ നിരവധി തവണ ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.